ഇങ്ങനെയല്ല ചില്ലേ പറഞ്ഞേക്ക്. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നോക്കിരേ. പിടിക്ക് വാ. ചീസാക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഡേ 5 വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഡേ വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാക്കൂലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ഗബാലയിൽ നിന്ന് ബാക്കൂലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബാക്കൂലുള്ള വോൾഗ ഹോട്ടലിലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഷാർദാഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കാൻഡി കെയിൻ മൗണ്ടെയിൻ. കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ അയ്യൂട്ടൻ നല്ല ഉറക്കമായതുകൊണ്ടാണ് നമ്മൾ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ഇവിടെ നിന്നിട്ടൊന്ന് കാഴ്ചയൊക്കെ ഒന്ന് കാണുക ചെയ്തത്. അപ്പോൾ കാൻഡി കെയിൻ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയതാണ് ഈ ഐനൂർ ഫോറസ്റ്റിലേക്ക്. ഈ ഐനൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാണേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ എങ്കിൽ നമുക്ക് ടൈം ലിമിറ്റ് കൊണ്ട് നമ്മൾ അത്രക്കൊന്നും കാണാൻ നിന്നിട്ടില്ല. ജസ്റ്റ് അത് ഈ ഒരു അപ്പുറം ഇപ്പുറവും ട്രീ ഇല്ല, അതിൻ്റെ നടുക്ക് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാൻ നിൽക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഭവമില്ലേ, ഇതാണ് ഈ അസർബൈജാൻകാരുടെ മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് കുത്തബ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് തരുക. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞാൽ അതുപോലെ ആക്കി തരും കേട്ടോ. അപ്പോൾ അത് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഏകദേശം 3 hours എങ്ങാനും ഉണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കുന്ന് ഷാർദാലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ദൂരെ സ്നോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ സ്നോ ഉണ്ടാകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു ജാനുവരി ടു മാർച്ച് വരെ ഒക്കെ അങ്ങനെ സ്നോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്നത് ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ അപ്പോഴേക്ക് സ്നോ ഒക്കെ കുറഞ്ഞിനേനും. പിന്നെ ഗബാലയിലും ഷാർദായിലും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്നോ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഗബാലയിൽ നമുക്ക് സ്നോ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഷാർദായിലും പോയാൽ നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലേനും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ലക്ക് കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതാണ്.
അയാൻ സിദ്ധ ബേബി ഫയർ ഫൈറ്റർ വേണം പോലും ഇത് ഇവിടെ ഇരിക്കും ഇതിന്റെ അകത്ത് ഇരുന്നിട്ടിട്. അപ്പോൾ ഷാദാഗിൽ കുറേ ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ റോളർ കോസ്റ്ററും ഷൂട്ടിങ്ങും അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഈ റോളർ കോസ്റ്ററിലൊന്നും കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും വെതർ ചേഞ്ചസ് ഒക്കെ കാരണം കൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിനേനും. കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടേനും, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗബാലയിൽ നിന്ന് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അത് അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ റോളർ കോസ്റ്ററിലെല്ലാം കയറാമെന്ന് കരുതിയതേനും. പക്ഷേ എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കതൊക്കെ കയറാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുട്ടികളെ കൊണ്ട് ഈ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിലുണ്ട് ഒരു ഏരിയ, അവിടത്തേക്ക് നമ്മൾ പോയി. ഇവിടുന്ന് വേണം നമ്മൾ ഒരു ലാഡ കാറിൽ കയറിയിട്ട് വേണം നമ്മൾ സ്നോ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മഡ് വോൾക്കാനോ കാണാൻ പോകുമ്പോൾ ഒരു കാറ് കയറിന്, അതാണ് ലാഡ കാർ. അതുപോലത്തെ ഒരു ലാഡ കാറിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന്റെ താഴെ വീണ് പോവും. ചാട്ട് ഇവനെ പിന്നെ അവിടുത്തെ കിടക്കാൻ
Ayan, please take it. What is this? Come on. Press, okay, no problem. Baba. Baby, പിടിക്ക് വാ. അജാ വീട്ടിൽ എത്തിക്കാദ്യോ ഇത് തീക്കൂടാ പിടിച്ചാ പിടിച്ചടാ അച്ഛൻ പിടിച്ചേടാ പ്ലീസ് ഇതിലേ കയറി അങ്ങനെ ഇതിലേ കയറ് ഇതിലേ കയറ് അച്ഛൻ പിടിച്ചു ഓക്കെ വരികട്ടെ ഈ ഷൂവില്ല ഇത് കുപ്പില്ലാത്ത ശരിട്ടെ കുറച്ച് ടീമുണ്ട് നീ ഇപ്പുറം നിൽക്ക് അല്ല അങ്ങോട്ടേക്ക് നോക്കിരേ ഇങ്ങനെയല്ല സില്ലേ പറഞ്ഞേരെനിക്ക് അങ്ങനെ നമ്മൾ ഈ ലാസ ഏരിയയിൽ നന്നായിട്ട് സ്നോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ലാഡാ കാറിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് ലാഡാ കാറിൽ കയറിയ സ്ഥലമില്ല അവിടേക്ക് പോയിട്ട് അവിടെ നമ്മൾ വാനിൽ കയറിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള വോൾഗ ഹോട്ടലിലെ ബാക്കൂല അവിടത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ 3 hours എന്നാൽ തിരിച്ച് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഷഹദാഗ് വീഡിയോ സ്നോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷഹദാഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കു സിറ്റിയൊക്കെ കറങ്ങുന്നതിൻ്റെയാണ്. അപ്പോൾ ആ വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ബൈ.